വടകരയിലെ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇത്തരത്തിൽ വടകരയിൽ ആർക്കാണ് ഫ്ലാറ്റ് ഉള്ളത്? വടകരയിൽ ആരുടെ ഫ്ലാറ്റിലേക്കാണ് രാഹുൽ ക്ഷണിച്ചിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കേസിൻ്റെ. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തുകയാണെങ്കിൽ അതിജീവിതമാരെ സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. രാഹുൽ വടകരയിലോട്ട് ക്ഷണിക്കണമെങ്കിൽ രാഹുലിന് വടകരയിൽ ഫ്ലാറ്റ് ഉണ്ടോ? അദ്ദേഹം നൽകിയ സത്യവാങ്മൂലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് സത്യവാങ്മൂലം നൽകിയതിൽ വടകരയിൽ രാഹുലിന് ഫ്ലാറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ ആരുടെ ഫ്ലാറ്റിലേക്കാണ് രാഹുൽ ഇവരെ ക്ഷണിച്ചത്? വടകരയിൽ ആരാണ് രാഹുലിനെ സംരക്ഷിക്കാനായിട്ടുള്ളത് എന്ന് പോലീസ് കൃത്യമായി ഈ വിഷയത്തിൽ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്തിക്സ് കമ്മിറ്റിയിലേക്ക് ഈ വിഷയം വിടേണ്ടതുണ്ടോ എന്ന് ഇതിനെക്കുറിച്ച് പഠിക്കും എന്നുള്ളതിൻ്റെ നിയമവശങ്ങൾ പഠിക്കുമെന്നാണ് ആരാധ്യനായ സ്പീക്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, ഈ എത്തിക്സ് കമ്മിറ്റിക്കകത്ത് UDFൻ്റെയും LDFൻ്റെയും MLA മാർ ഇതിനകത്തുണ്ട്, കോൺഗ്രസ് പാർട്ടിയുടെ MLA മാരുണ്ട്, CPMൻ്റെ MLA മാരുണ്ട്. ഇവർ ഈ വിഷയത്തിൽ എന്താണ് നിലപാടെടുക്കുന്നത് എന്ന് വ്യക്തമാക്കുവാൻ തയ്യാറാവണം.